ഒരു ദിവസത്തിനുള്ളിൽ നടന്ന 2 അറസ്റ്റുകളാണ്. ഒന്ന് അർജുൻ ആയങ്കിയുടേത്, മറ്റൊന്ന് TG മോഹൻദാസിൻ്റേത്. അർജുൻ ആയങ്കിയുടെ പശ്ചാത്തലം CPM അഥവാ DYFI ആണ്. അതേപോലെ TG മോഹൻദാസിൻ്റെ പശ്ചാത്തലം RSS. അർജുൻ ആയങ്കിയെ CPM തള്ളി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ TG മോഹൻദാസിനെ RSSും തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ BJP പ്രവർത്തകർ അദ്ദേഹത്തിന് അഭിവാദ്യവുമായി എത്തി. അതേപോലെ അർജുൻ ആയങ്കിക്ക് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ DYFI സുഹൃത്തുക്കൾ അനുകൂല അഭിവാദ്യങ്ങളുമായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അർജുൻ ആയങ്കിയിലും TG മോഹൻദാസിലും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമല്ല. ഓരോ മലയാളിയിലും ഈ ഹിംസാത്മകത അല്ലെങ്കിൽ വയലൻസ് അടങ്ങിയിരിക്കുന്നു. എല്ലാ പ്രതികരണങ്ങളുടെ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വയലൻസ് തന്നെയാണ് മാനദണ്ഡമായി വരുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ BJPക്കാരനാണെങ്കിലും RSSകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും ഓരോ മലയാളിയും അടിസ്ഥാനപരമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടിസ്ഥാന DNA എന്ന് പറയുന്നത് വയലൻസ് ആണ്. കാരണം കൊല്ലലിൻ്റെയും ചാകലിൻ്റെയും അടിസ്ഥാന DNA ആണ് കമ്മ്യൂണിസത്തെ നയിക്കുന്നത്. ആ സംസ്കാരത്തിന് കേരളത്തിൽ കമ്മ്യൂണിസത്തിലൂടെ മഹത്വവൽക്കരണം സംഭവിച്ചു. അത് പുരോഗമനമായി, അത് പിന്നെ സംസ്കാരമായി മാറി. അതുകൊണ്ടാണ് ഓരോ മലയാളിയും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മലയാളിയാണെങ്കിൽ ആ വ്യക്തിയെ അറിയാതെ ഹിംസാത്മകത ഓരോ നിമിഷത്തിലും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നിപ്പോൾ 2 പേർക്ക് തമ്മിൽ ഒരു കൂരയ്ക്ക് കീഴിലാണെങ്കിലും പുറത്താണെങ്കിലും ഒന്നിച്ച് കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മലയാളിയെ എത്തിച്ചിരിക്കുന്നു. അതുപോലെ ഈ അറസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 70കളിൽ തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം കഴിഞ്ഞ വ്യക്തിയാണ് മോഹൻദാസ്. അതേപോലെ അർജുൻ ആയങ്കിയും LLB ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വ്യക്തിയിൽ കാര്യമായ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കുന്നില്ല. അതേപോലെ തന്നെ പ്രായം വ്യക്തിയിൽ സാംസ്കാരികമായ മാറ്റം ഉണ്ടാക്കുന്നില്ല. ഇവിടെ നോക്കും, 30 വയസ്സുകാരനും 70 വയസ്സുകാരനും തമ്മിലുള്ള സാമ്യം. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ എടുത്ത് നോക്കുക. ഇപ്പോൾ CPMൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ SFI നേതാവും 80 വയസ്സ് കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ അംഗവും 2 പേരുടെയും സമീപനത്തിൽ ഒരു മാറ്റവുമില്ല. 2 പേരും ഒരിടത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് കേരളം സാംസ്കാരികമായി വളരാതെ മരവിച്ചു നിൽക്കുന്നതും പരസ്പരം വാക്കുകൊണ്ടും കൈകൾ കൊണ്ടും ആയുധം കൊണ്ടും കൊന്നും കൊല്ലാൻ ശ്രമിച്ചും ജീവിക്കുന്നത്.